ഹായ് ഓൾ, വെൽക്കം ടു അഗ്ലാസ് ക്രിയേറ്റീവില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന പിസ്താഷ്യൽ ഉപയോഗിച്ചിട്ടൊരു വോൾ ഡെക്കറാണ്. അപ്പോൾ ഈ ഒരു വോൾ ഡെക്കർ ചെയ്യാൻ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഗമ്മ് വേണം, ബ്രഷ് വേണം, പിന്നെ പിസ്താഷ്യോ ഷെല്ല് വേണം. അപ്പോൾ ഞാൻ ഈ പിസ്താഷ്യോ ഷെല്ല് ഉപയോഗിച്ചിട്ട് ഒരു ബഞ്ച് ഓഫ് ഗ്രീപ്സ്, അതല്ലെങ്കിൽ മുന്തിരിക്കൊലയുടെ ആ ഒരു ഷേപ്പിൽ ഞാൻ ഈ കാർഡ്ബോർഡിൽ സ്റ്റിക്ക് ഇതെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ചെറിയ പെൻസിൽ ഉപയോഗിച്ചിട്ട് ആ കാർഡ്ബോർഡിൽ വേണമെങ്കിൽ ഒരു ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ട് എങ്ങനെ ഒരു ബഞ്ച് ഓഫ് ഗ്രീപ്സ് എങ്ങനെ ഇരിക്കും ആ ഒരു രീതിയിൽ ഒരു ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ട് ചെയ്യും. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഗം അപ്ലൈ ചെയ്ത ശേഷം സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഗം ഇങ്ങനെ കാർഡ്ബോർഡിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് 1 by 1 ആയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഇങ്ങനെ ചരിച്ച ഒരു പിസ്താഷ്യോ ഷെല്ല് ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലാണ് വച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് നേരെ വയ്ക്കണം. സൈഡിൽ വരുന്ന സമയത്ത് സ്ട്രെയിറ്റ്, 2 സൈഡ് വരുന്ന ഭാഗത്ത് സ്റ്റാൻഡിങ് പൊസിഷനും ബാക്കിയൊക്കെ നേരെ വരുന്ന രീതിയിലാണ് വയ്ക്കുന്നത്. ഇനി നമ്മൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിസ്താഷ്യോയിൽ ആ ഒരു കോർ പോർഷൻ മുകളിലോട്ട് ഇരിക്കുന്ന രീതിയിലും പിന്നെ ഒരു ഷാർപ്പ് പോർഷൻ വരുന്നത് താഴോട്ട് ഇരിക്കുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം. പിന്നെ ഒരു ഫസ്റ്റ് 2 റോയിൽ എത്ര സെയിം നമ്പർ ഓഫ് പിസ്താഷ്യോ തന്നെ വയ്ക്കുന്നത്, ഫസ്റ്റ് എത്ര വേണോ വയ്ക്കുന്നത് ആ ഒരു സെയിം നമ്പർ ഓഫ് പിസ്താഷ്യോ തന്നെ സെക്കൻഡിലും വെച്ചാൽ മതി, സെക്കൻഡ് റോയിലും. അതുപോലെ നമ്മൾ ഓരോ റോ വരുന്ന സമയത്ത് പിന്നെ കുറച്ച് കൊണ്ടുവരണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ വരുന്നത്. നമുക്കിതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. വേണമെങ്കിൽ പെൻസിൽ വെച്ച് ഒരു ഔട്ട്ലൈൻ വരച്ച ശേഷം ചെയ്തെടുക്കാം, കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിത് മൊത്തം ചെയ്തെടുത്തിട്ട് കാണിക്കാവേ. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പിസ്താഷ്യോയിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നോക്കുമ്പോൾ അത്രയ്ക്കൊരു ഭംഗിയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പം ഞാനിനി ചെയ്യാൻ പോകുന്നത് ആ ഒരു നമുക്ക് കാണാമല്ലോ ചെറിയ ഗ്യാപ്പുകൾ, ആ ഗ്യാപ്പുകളിലും ഞാൻ പിസ്താഷ്യോയിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വട്ടം കൂടെ. അപ്പം ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. കുറച്ചും കൂടി ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. ഗ്ലൂ ഗണ്ണ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല, ഫെവിക്കോൾ ആയാലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടോണ്ട് ഗ്ലൂ ഗണ്ണ് ഞാനത് വെച്ച് സ്റ്റിക്ക് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. പിന്നെ ഫെവിക്കോൾ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും, അതൊന്ന് സ്റ്റിക്കായി വരാൻ കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ജസ്റ്റ് റഫായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ, ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്ത്. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് ഗമ്മോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ വെച്ച് ഒട്ടിച്ച ശേഷം നമുക്ക് എടുത്ത് മാറ്റാൻ ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത ശേഷം അതിനുശേഷം ഞാൻ ഓരോന്നായിട്ട് എടുത്ത് ആ ഒരു സ്പേസിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ള് നമുക്കൊന്ന് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഓരോന്നായിട്ട് എടുത്ത് സ്റ്റിക്ക് ചെയ്ത് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ ചിലപ്പോൾ ഗ്ലൂ ഗണ്ണ് കാർഡ്ബോർഡിലോ അവിടെ എവിടെയെങ്കിലും വിടുന്നാലും പേടിക്കേണ്ടതൊന്നുമില്ല. അതൊന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് എടുത്ത് കളയാം, വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്കിതുപോലെ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത പിസ്താഷ്യോയിലൊക്കെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു തണ്ട് പോർഷനൊക്കെ സ്റ്റെമ്മൊക്കെ വയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ത്രെഡ് എടുത്തിട്ടുണ്ട്. തിക്നെസ്സുള്ള ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഐഡിയക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരുന്നതേ ഉള്ളൂ, ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളൊരു. അപ്പോൾ നമ്മുടെ ഐഡിയക്ക്, അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഇതുപോലെ ഔട്ട്ലൈൻ ഗം ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത ശേഷം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ത്രെഡ്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്യാം, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് തോന്നിയത് ഫെവിക്കോളാണ്. അതുകൊണ്ടാണ് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ പിസ്താഷ്യോയിലും ആ ത്രെഡും കൂടെ ആ ടച്ച് ചെയ്യുന്ന പോർഷൻ ഞാനൊരു പിസ്താഷ്യോയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇത് ഞാൻ ചെയ്യുന്ന പോലെ. ആ ത്രെഡ് ഇങ്ങനെ എടുത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തത്. ഞാൻ ഇപ്പുറത്തെ സൈഡിലും കൂടി ഇതുപോലെ ഞാൻ ഒരു ചെറിയൊരു സ്റ്റെമ്മിങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ത്രെഡ് ഉപയോഗിച്ചിട്ട്. നമുക്കിനി ലീഫ് ചെയ്താലോ. ഞാനിവിടെ ലീഫ് ചെയ്യാൻ എടുത്തേക്കുന്നത്
ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ്. ഇതിൻ്റെ ഒരു പാക്കിങ്ങിന് 20 റുപ്പീസൊക്കെ വരുള്ളൂ. ചെറിയ ചെറിയ വർക്ക് ആണെങ്കിൽ ഇതെടുക്കുന്നതൊക്കെ കുറച്ചും കൂടെ യൂസ്ഫുള്ള്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ 2 പാക്കിംഗ് ആയിട്ടാണ് വരുന്നത്, ഒരു ഹാർഡനറും ഒരു ബേസുമായിട്ട്. ഇത് രണ്ടും മിക്സ് ചെയ്ത് എടുക്കണം. ഇതിന് MCL എന്നും കൂടെ പറയും കേട്ടോ, ക്രാഫ്റ്റ് MCL എന്നും കൂടെ പറയും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഈക്വലായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് വച്ചേക്കാൻ പറ്റില്ല, അത് നന്നായിട്ട് ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് 20 to 30 മിനിറ്റ്സിൻ്റെ അകത്ത് നമ്മുടെ ഏതൊരു വർക്കാണെങ്കിലും ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് കുറേ കഴിയുമ്പോൾ അത് ഡ്രൈ ആയിപ്പോകും, നമ്മുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എൻ്റെ അത് നഷ്ടപ്പെട്ടു. അപ്പം ക്രാക്സും നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെടും. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഏത് വർക്കാണോ ചെയ്യുന്നത് അത് ചെയ്യണം, വച്ച് താമസിപ്പിക്കരുത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എത്രയാണോ വേണ്ടത് രണ്ടും ഈക്വലായിട്ട് എടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡ് കിട്ടും. അപ്പം ആ ഒരു കംപ്ലീറ്റ് മിക്സിങ് നന്നായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഞാനിവിടെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പൗഡർ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ റോൾ ചെയ്തെടുക്കുകയാണ്. ചെറിയൊരു റൗണ്ടായിട്ട് എടുത്ത ശേഷം ഞാൻ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ ലീഫും ഒരു ചെറിയ ലീഫും അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമുക്കിത് ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്യാം. എൻ്റെ കുറച്ച് ലീഫ് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഒത്തിരി ഡ്രൈ ആയിട്ടില്ല, കുറച്ച് ഡ്രൈ ആയി. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗം ഉപയോഗിച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. നിർബന്ധമില്ല, വേണമെങ്കിൽ ഗം യൂസ് ചെയ്യാം, കുറച്ചും കൂടെ സെക്യൂറായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഒരു ചെറിയ ലീഫ് ആ ഒരു പോർഷനിലും പിന്നെ ഒരെണ്ണം ഇങ്ങനെ താഴോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അത് ഇച്ചിരി വലിയ ലീഫാണ്, ഞാൻ വച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് ചെറിയ വെയിൻസ് കൊടുക്കണം. നമ്മളെ ലീഫിലൊക്കെ ചെറിയ ചെറിയ വെയിൻസ് ഇല്ലേ, അപ്പോൾ നമുക്ക് അതുപോലെ കൊടുക്കണം. എൻ്റെ കയ്യിൽ ക്ലേ ടൂൾസ് ഉണ്ടാവുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ പെൻസിലോ അല്ലെങ്കിൽ പെന്നോ ബ്രഷോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വെയിൻസ് കൊടുത്താൽ മതി. ടൂൾസ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ബാക്കി വന്ന ക്ലേ ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ ഞാൻ ചെറിയ ചെറിയ വെയിൻസും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ള് ലീഫൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തത് ഇതൊരു 1 hour മാക്സിമം ഡ്രൈ ചെയ്യാൻ വയ്ക്കണം. അതിനുശേഷം നമുക്ക് കളർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലേ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പിസ്തഷെല്ലിൻ്റെ പോർഷൻ ഞാൻ അക്രിലിക് ഗ്രേപ്പ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യുന്ന രീതിയിലായിരിക്കണം പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ഷെയ്ഡിൻ്റെ മിക്സിങ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാൻ പിസ്താഷ്യല് ഫുള്ളായിട്ട് ഗ്രേപ്പ് ഷെയ്ഡ് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റെമ്മും ലീഫും കൂടെ പെയിൻറ്റ് ചെയ്തെടുത്താലോ. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ആക്രിലിക് സാപ്പ് ഗ്രീനും മെറ്റാലിക് ഗ്രീനും ആണ് കേട്ടോ. മെറ്റാലിക് ഗ്രീൻ ഓപ്ഷനിലാണ്, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാപ്പ് ഗ്രീന് നമുക്ക് ഫസ്റ്റ് കോട്ട് എന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ബ്രഷ് ടിപ്പ് എന്ന് പറയുന്നത് 0 ആണ് കേട്ടോ. കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഈ ടിപ്പ് എടുക്കുകയാണെങ്കിൽ. കുറച്ചും കൂടെ മൈന്യൂട്ട് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് കളർ ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചും കൂടെ ചെറിയ ഏതെങ്കിലും ടിപ്പ് എടുത്താൽ മതി ബ്രഷ്. പിന്നെ നമുക്ക് ഈ ലീഫും സ്റ്റെമ്മും നമുക്ക് ഫുള്ളായിട്ട് ഈ സാപ്പ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് കളർ ചെയ്ത ശേഷം കാണിക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ ലീഫും സ്റ്റെമ്മൊക്കെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ബ്രഷിൻ്റെ ടിപ്പിലുള്ള ആ ഒരു ഗ്രീൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഗ്രേപ്പ് പോർഷനിലൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഗ്രേപ്പ് വാങ്ങുമ്പോൾ ഫുൾ ആ ഒരു ഗ്രേപ്പ് നല്ല ഒരു ഗ്രേപ്പ് കളറല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഗ്രീനൊക്കെ കാണില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത ശേഷം നമുക്കിനി ലീഫ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ മെറ്റാലിക് ഗ്രീനാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഫുള്ളൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു മെറ്റാലിക് ഒരു ചെറിയൊരു
ഗ്ലോസി ഫീലിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് മൊത്തം ഇപ്പോൾ ഓൾറെഡി നല്ലൊരു ഗ്ലോസി ഫീലിംഗ് കിട്ടും നമ്മുടെ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഒരു മെറ്റാലിക് ഷെയ്ഡും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ നമുക്കിത് മൊത്തം കവർ ചെയ്തെടുക്കാം. നമ്മൾ ഈ ലീഫിലൊക്കെ മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു കോട്ട് കൊടുത്തില്ല, ഒരു സാപ്പ് ഗ്രീൻ കോട്ട്. അപ്പോൾ അത് ഡ്രൈ ആവുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു കോട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു ആ രണ്ട് കളറും കൂടെ ഒന്ന് മിക്സായി വരുമ്പോൾ ഒരു നല്ലൊരു ഭംഗി കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ആ ഒരു പിസ്താഷെല്ലിൻ്റെ പോർഷൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സാപ്പ് ഗ്രീൻ കൊടുത്തില്ലേ, അതും നമ്മൾ ഡ്രൈ ആവുന്നതിന് മുമ്പ് എന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ വരുന്ന ഒരു കളറായിരിക്കും നല്ലൊരു ഭംഗി. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഡ്രൈ ആയ ശേഷം ഞാനൊരു ചെറിയ ടിപ്പാണ്, നമ്മൾ ഈ ക്ലേ ഒക്കെ യൂസ് ചെയ്ത സമയത്തും വേറെ പെയിൻ്റൊക്കെ ചെയ്ത സമയത്തും ആ ബോർഡിലൊക്കെ പറ്റിയിട്ടുണ്ടാകും, കാർഡ്ബോർഡിൽ. അപ്പോൾ ആ ഒരു പെയിൻ്റൊക്കെ ഹൈഡ് ചെയ്യാനും അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഹൈഡായി കിട്ടും. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്യാം, ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് 0 ടിപ്പ് ബ്രഷാണ്. അതാകുമ്പോൾ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഏരിയയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ സിമ്പിളായിരിക്കും. കാരണം നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പെയിൻറ്റ് ചെയ്തതിലും പറ്റാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 0 ടിപ്പ് ബ്രഷ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിളായി. അപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയ ശേഷം നമുക്ക് ഇതിനൊന്ന് ഗ്രേപ്പിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് മെറ്റാലിക് പെയിൻ്റ് ആയാലും മതി, ഗോൾഡൻ മെറ്റാലിക് പെയിൻ്റ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഡസ്റ്റ് ഉണ്ടോയെന്ന് ഞാൻ അത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് മൊത്തം ടച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ബ്ലാക്ക് ബോർഡ് മൊത്തം ടച്ച് ചെയ്ത് കൊടുക്കണം. ലൈറ്റായിട്ട് നമ്മുടെ ഗ്രേപ്പിലും ടച്ച് ചെയ്ത് കൊടുക്കാം, കൂടി പോയരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്പോഞ്ചിന് പകരം നമുക്കൊരു ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ ഒരു ക്ലോത്തോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പം സ്പോഞ്ചായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ. അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുക്കാം. അതൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ക്ലോത്ത് യൂസ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ബോർഡ് മൊത്തം ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചും നല്ല ഭംഗിയായിരിക്കും. എത്രമാത്രം ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാമേ. ആ ഏരിയയിലും കവറാവുന്ന രീതിയിൽ നമുക്കൊന്ന് ഡസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഡസ്റ്റ് ഇല്ലെങ്കിൽ ഗോൾഡൻ മെറ്റാലിക് പെയിൻ്റ് ആയാലും മതി. എല്ലാ മൈന്യൂട്ട് ഏരിയയിലും ലൈറ്റായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ആ ഒരു പിസ്ത ഷെല്ലിലും ഞാൻ ലൈറ്റായിട്ട് ടച്ച് ചെയ്യുന്നു. ലൈറ്റായിട്ട് മതി, കൂടിപ്പോലെ എൻ്റെ ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.